തിരുവനന്തപുരത്ത് IS ബന്ധമുള്ള ഭീകരൻ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികൾ SPG സംഘം വട്ടിയൂർക്കാവിലെ വീട്ടിൽ പരിശോധന നടത്തി. പ്രധാനമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തലസ്ഥാനത്തെ ഭീകര സാന്നിധ്യം അതീവ ഗൗരവത്തിലാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. തമിഴ്നാട് സ്വദേശിയായ സാദിഖ് പാഷയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. കാറിൽ പോലീസിന്റെ പേര് പതിച്ചിട്ടുള്ള സ്റ്റിക്കർ പതിച്ചിട്ടായിരുന്നു ഇയാളുടെ യാത്ര. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, എങ്ങനെ നോക്കിക്കാണും? നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, തലസ്ഥാനത്തേക്ക് എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ IS ബന്ധമുള്ള ഒരാൾ പിടിയിലാകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. പക്ഷേ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. ഇയാൾ 2022 ഈ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ IS ഭീകരബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ആളാണ്. 24 മാസം ഇയാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ IS റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളാണ്. അതായത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ വ്യക്തമായിരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ധനസമാഹരണം IS-ന് വേണ്ടി നടത്തി എന്നുള്ളതും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഇത്രത്തോളം ഭീകരബന്ധമുള്ള ഒരാൾ തുടർച്ചയായി തിരുവനന്തപുരത്ത് വന്നു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യുകയും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ വട്ടിയൂർക്കാവിൽ വെച്ചാണ് ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാക്കുന്നത്. ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യ വട്ടിയൂർക്കാവിൽ നിന്നുള്ളതാണ്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിവാഹമോചനത്തിന് പള്ളിയിൽ എത്തുകയും അവിടെ വെച്ചൊരു തർക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ വിവരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു. ഇങ്ങനൊരു പള്ളിയിൽ ഒരാൾ എത്തി തർക്കമുണ്ടായി എന്നുള്ളൊരു വിവരം അറിഞ്ഞാണ് പോലീസ് അവിടേക്ക് എത്തുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തുകയും ഈ പോലീസിന്റെ സ്റ്റിക്കർ പതിഞ്ഞ വാഹനം കാണുകയും ചെയ്തതോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്നാണ് കേന്ദ്ര ഏജൻസി ഈ വിവരം അറിയുകയും ഇതിൽ വിശദമായൊരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. സംസ്ഥാന പോലീസിന്റെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. ഇയാൾ പലതവണ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് SPG സംഘം ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത്. ഇയാളുടെ വട്ടിയൂർക്കാവിലെ വീട്ടിൽ SPG സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്നും സിം കാർഡ്, ഹാർഡ് ഡിസ്ക് തുടങ്ങിയ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുള്ള ഈ ഒരു ഭീകര സാന്നിധ്യം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസി കാണുന്നത്. മാത്രമല്ല, സംസ്ഥാന ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. വിഷ്ണു, വ്യക്തമാണ്. എന്തു തന്നെയാലും സംഭവത്തെ അതീവ ഗൗരവമായിട്ടുള്ള വിഷയമായി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോക്കിക്കാണുന്നത്. രശ്മിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.